ഓം ശാന്തി. ചിന്തയുടെ വണ്ടർഫുള്ളായിരിക്കുന്നൊരു മാജിക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ മുന്നിൽ ബ്യൂട്ടിഫുള്ളായിരിക്കുന്നതും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളതായിരിക്കുന്നൊരു ഡിഷ് നിങ്ങളുടെ മുന്നിൽ ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ്. നിങ്ങൾ 1 മിനിറ്റ് സമയം കണ്ണടച്ചിരുന്നിട്ട് ആ മുന്നിലിരിക്കുന്നതായിരിക്കുന്ന ഡിഷ് ഒന്ന് കണ്ടു നോക്ക്. അതിൻ്റെ ചൂടുള്ള ആവി പറക്കുന്ന ആ ഡിഷ്, അതിൻ്റെ മണം അവിടെയൊക്കെ അങ്ങനെ പരക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കുന്നതായിരിക്കുന്ന ആ ഡിഷിൽ നിന്ന് നിങ്ങളൊരു കഷ്ണം എടുത്തിട്ട് നിങ്ങളുടെ വായിലിട്ടിരിക്കുകയാണ്. ആ ടേസ്റ്റ് അത് നന്നായിട്ടൊന്ന് നുണഞ്ഞ് ആസ്വദിച്ച് എൻജോയ് ചെയ്തൊന്ന് കഴിച്ചേ. നിങ്ങളുടെ വായിലും വെള്ളം വന്നില്ലേ? എൻ്റെ വായിലും വെള്ളം വന്നു. നിങ്ങളുടെ വായിലും വെള്ളം വന്നില്ലേ? ശരിയല്ലേ? എങ്ങനെ വെള്ളം വന്നു? ഇവിടെയാണ് മാജിക് നടക്കുന്നത്. ഒരു കാര്യം നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ കാണിച്ചു തന്നതാണ്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കണ്ടതായിരിക്കുന്ന ഒരു ചിത്രം ശരീരത്തിനുള്ളിൽ വായിൽ വെള്ളം വരുത്തുന്നൊരു പ്രതികരണം ഉണ്ടാക്കി. ചില ആളുകൾക്ക് കണ്ണിമാങ്ങച്ചാർന്ന് പറയുമ്പോൾ, ചില ആൾക്കാർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന പുളി, അച്ചാർ, ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ പറയുമ്പോൾ, ചില ആളുകൾക്ക് ചില സ്വീറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ, ചില ആളുകൾക്ക് അങ്ങനെയുള്ളതായിരിക്കുന്ന അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ആഹാരത്തെക്കുറിച്ച് പറയുമ്പോൾ അറിയാതെ വായിൽ നിന്ന് വെള്ളം വരുന്നത് അറിയാറുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ ആഹാരം കണ്ടില്ല, കഴിച്ചില്ല, രുചിച്ചില്ല, എന്നിട്ടും നാവിൽ എങ്ങനെ വെള്ളം വന്നു? മീൻസ് ഒരു കാര്യത്തെ പെർഫെക്റ്റായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ അതനുസരിച്ച് ആക്ഷൻ എടുക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവല്ലേ നമ്മൾ കണ്ട കാര്യം. അതുകൊണ്ട് നമ്മുടെ സ്വപ്നങ്ങളെ നിങ്ങൾ ഈ രീതിയിൽ കാണാൻ തുടങ്ങിയാൽ വണ്ടർഫുള്ളായിരിക്കുന്ന രീതിയാണിത്. ഒരു കാര്യം വെറുതെ കാണുകയല്ല, ജീവിതത്തിൽ വിഷൻ കണ്ട് അത് റെഗുലറായിട്ട് അത് നേടിയെടുത്തു. ഞാൻ കണ്ട എല്ലാ സ്വപ്നവും എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടിയെടുത്തു. ഞാൻ എൻ്റെ ലൈഫിൽ വേണ്ട 5000 സ്വപ്നങ്ങൾ, ഞാൻ 5000 സ്വപ്നങ്ങൾ 5000 സമ്മാനങ്ങളായി വാങ്ങിക്കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ നേടിയെടുത്തു. ഞാൻ ആഗ്രഹിച്ച തുക എൻ്റെ ലൈഫിൽ ഞാൻ ഡ്രീമായിട്ട് നേടിയെടുത്തു. എനിക്കിഷ്ടപ്പെട്ട ആളെ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ സ്വന്തമാക്കി. ഇങ്ങനെ എല്ലാം പറയുന്ന ആളുകളെക്കുറിച്ച്, അവരെക്കുറിച്ചെല്ലാം ഞാൻ വായിച്ചു നോക്കിയപ്പോൾ, പഠിച്ചു നോക്കിയപ്പോൾ കണ്ട ഏറ്റവും മോസ്റ്റ് പവർഫുള്ളായിരിക്കുന്ന കാര്യം അവരത് പറയല്ല, അവരതിൽ ജീവിക്കുകയാണ്. നേരത്തെ നമ്മൾ കണ്ട കറി, നമ്മൾ കണ്ട ഐറ്റം, ഇഷ്ടപ്പെട്ട ഐറ്റം കഴിച്ചതുപോലെ നിങ്ങൾ ആ കാര്യത്തിൽ ആ ഒരു മൊമെൻറ്റിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ നമ്മുടെ ബ്രെയിൻ 100% അതിന് വേണ്ടതായിട്ട് രീതിയിൽ പെർഫോം ചെയ്യാൻ തുടങ്ങും. ഈ ബ്രെയിനെ സംബന്ധിച്ചിടത്തോളവും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ സംബന്ധിച്ചിടത്തോളവും മീൻസ് സ്ഥൂലമായിട്ടും സൂക്ഷ്മമായിട്ടും ഫിസിക്കലായിട്ടും സട്ടിലായിട്ടും 2 ലെവലിലും, അതായത് നമ്മുടെ ബ്രെയിനിനും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനും 2നും ഈ രീതിയിൽ ഒരു കാര്യത്തെ നിങ്ങൾ വിഷ്വൽ ചെയ്ത് കഴിയുമ്പോൾ അത് സത്യമായിട്ടത് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ വായിൽ വെള്ളം വന്നത്. സ്വപ്നം കണ്ട് പേടിച്ച് വിറച്ചെണീക്കുന്നത്, സ്വപ്നത്തിൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് കാണുമ്പോൾ അയ്യോ അവരെവിടെ പോയി, അവർക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ വിളിച്ചു കൂവിക്കൊണ്ട് എഴുന്നേൽക്കുന്നത് ഒക്കെ നമ്മൾ കാണാറില്ലേ? മീൻസ് ഒരു കാര്യത്തെ പൂർണ്ണമായി കൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെങ്കിൽ, ഇനി സ്വപ്നം നമ്മൾ അറിയാതെ സംഭവിച്ചതാണെന്ന് വിചാരിച്ചോളൂ, അറിഞ്ഞുകൊണ്ട് കണ്ണ് തുറന്നിരുന്ന് പെർഫെക്റ്റായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് വിഷ്വൽ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആ കാര്യവും നിങ്ങളുടെ ശരീരത്തിന് അനുഭവിച്ച പോലതായിട്ടുള്ള ഒരു ഫീലിംഗ് തരാനായിട്ട് സാധിക്കും. അത് ഈ രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തെ കാണുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് സത്യമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വിചാരിക്കേണ്ട. ചില ആൾക്കാർ പേടിച്ച് എനിക്ക് ആ രോഗം വരരുത്, അയ്യോ എനിക്കെങ്ങനെ വരുമോ, എൻ്റെ അവർക്ക് വന്നു ഇവർക്ക് വന്നു, ഇങ്ങനെ പേടിച്ച് രോഗം വരുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ചില ആളുകൾ എനിക്കൊന്നുമില്ല എന്ന് ചിന്തിച്ച് രോഗമുക്തരായി മാറിയതും കാണാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചിന്തയ്ക്ക് നമ്മുടെ ശരീരത്തിൽ അത്രയും വലിയ പ്രഭാവം ഉണ്ടാക്കാൻ സാധിക്കും. നമ്മുടെ ബ്രെയിനിന് പെർഫെക്റ്റ് ആയിരിക്കുന്ന ഓർഡർ കൊടുക്കാൻ സാധിക്കും. റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റത്തിന് അത് ആ ട്യൂണിൽ നമ്മുടെ ന്യൂറോൺ പാത്വേസിനെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു കാര്യത്തെ നമ്മുടെ ലൈഫിനെ സത്യമാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരു സംശയവും വേണ്ട. ഇതിനൊക്കെ നമുക്ക് അത്യാവശ്യമായിരിക്കുന്ന കാര്യം നമ്മുടെ മനസ്സിൽ അത് പെർഫെക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കുക. അതിന് വേണ്ടതായിരിക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ് ഓട്ടോ സജഷൻ എന്ന് പറയുന്നത്. ഓട്ടോ സജഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ പെർഫോമൻസ് ബൂസ്റ്ററാണ്. ഒരു കാര്യം എനിക്കത് പറ്റും എന്ന് നിരവധി തവണ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളത് ചെയ്തു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യൻ ക്രിക്കറ്റിലെ ക്രിക്കറ്ററായിരുന്നതായിരിക്കുന്ന ജമീമ
നിങ്ങൾക്കറിയാം നമ്മുടെ ഭാരതത്തിന് കപ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അവസാന ഇന്നിങ്സിൽ ഇന്ത്യ തോൽക്കോ ജയിക്കോ എന്നുള്ളതായിട്ടുള്ള കൺഫ്യൂഷൻ നിന്ന സമയത്ത് ഒരുപാട് തവണ ആ സമയത്തുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കിക്കോളൂ. കുറച്ച് തല താഴ്ത്തി ഇങ്ങനെ ഇരുന്നു കൊണ്ട് ഐ ക്യാൻ ഡു ഇറ്റ്, ഐ ക്യാൻ ഡു ഇറ്റ്, ഐ ക്യാൻ ഡു ഇറ്റ്, ഐ വിൽ ഡു ഇത് തന്നെ നിരന്തരം പറഞ്ഞ ശേഷം അവർ പോയിട്ട് അവരുടെ ഫോറിനെ തടഞ്ഞെടുത്ത് ആർക്കും പറ്റിയില്ല, ഇന്ത്യ ജയിച്ചു. ഇങ്ങനെ ഒരുപാട് പേരുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം ഞാൻ. ജീവിതത്തിൽ ജയിച്ചവരുടെ എല്ലാം കഥ നിങ്ങൾ പഠിച്ചു നോക്കൂ. മറ്റാരും നിങ്ങൾക്കിത് ആവില്ല എന്ന് പറയുമ്പോൾ പോലും എനിക്കിത് പറ്റും എന്ന് വിചാരിക്കുന്നവരാണ് ആ രീതിയിൽ തൻ്റെ ജീവിതത്തിൽ എല്ലാ നേട്ടവും നേടിയത്. എന്നെക്കൊണ്ടാവില്ല എന്ന് ചിന്തിക്കുന്നവർ പതിയെ ജീവിതത്തിൽ എല്ലാം ലൂസ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് രാവിലത്തെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള മൊമെൻറ്റ്സിൽ, രാത്രി ഉറങ്ങും മുന്നുള്ളതായിട്ടുള്ള മോസ്റ്റ് പവർഫുള്ളായിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിരിക്കുന്ന നമ്മുടെ സ്വന്തം സമയത്തിന് നിങ്ങൾക്ക് സെൽഫ് ടോക്കിന് വേണ്ടിക്കൊണ്ട്, ഓട്ടോ സജഷന് വേണ്ടിക്കൊണ്ട് കൊടുക്കാമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റും മാറ്റിയെടുക്കാൻ പറ്റും, പേടിയെ മാറ്റാൻ പറ്റും, കാര്യങ്ങളെ ഫേസ് ചെയ്യാനുള്ളതായിരിക്കുന്ന പ്രോബ്ലത്തിന് ഇല്ലാതാക്കാൻ പറ്റും, ആളുകളോട് സംസാരിക്കുമ്പോണ്ടാവുന്നതായിരിക്കുന്ന പ്രയാസത്തിന് ഇല്ലാതാക്കാൻ പറ്റും. ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് പെർഫെക്റ്റ് ആവാതെ പലപ്പോഴും അത് തെറ്റായി പോകുന്നതായിട്ടുള്ള പ്രശ്നത്തിന് സൊല്യൂഷൻ കാണാൻ പറ്റും. എല്ലാത്തിനും സൊല്യൂഷൻ പറ്റുന്നൊരു കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധിക്കുക എന്നുള്ളത്. ബ്രഹ്മകുമാരീസ് ഈശ്വര വിശ്വവിദ്യാലയം രാജയോഗ മെഡിറ്റേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്ക് തന്നെ വിഷ്വലൈസേഷൻ ആൻഡ് ഓട്ടോ സജഷനാണ്. ഞാൻ ആത്മാ, ഞാനിതാണ്, ഞാനൊരു പീസ്ഫുൾ സോളാണ്, ഞാനൊരു പവർഫുൾ സോളാണ്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശാന്തി എനിക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും, ഞാൻ പവർഫുൾ സോളാണ്, എൻ്റെ ജീവിതത്തിൽ എല്ലാം എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും, ഞാൻ ഒരു ലവ്ഫുൾ സോളാണ്, എങ്ങനെയൊക്കെ എന്നോട് മോശമായി പെരുമാറുന്നവരുടെ ഇടയിലും അവരൊക്കെ സ്നേഹിയാക്കാൻ എനിക്ക് പറ്റും. ഈ രീതിയിൽ റെഗുലറായി കൊണ്ട് നമ്മൾ സ്വമാനത്തിൻ്റെ അഭ്യാസം എന്ന് പറയും. ഈ അഭ്യാസത്തിലൂടെ ഹെൽത്ത് റീഗെയിൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, വെൽത്ത് റീഗെയിൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, റിലേഷൻഷിപ്പിനെ ഹീൽ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എത്രയോ ആളുകളുടെ അനുഭവം ഞാൻ കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് സാധിക്കും, എനിക്കിത് പറ്റും എന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരു കാര്യം എനിക്ക് പറ്റുമോ ഇല്ലേ എന്ന് എനിക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ ഇന്ന സ്ഥലത്ത് എനിക്ക് എത്തണം എന്നൊരു വിചാരം എനിക്കുണ്ടാവണം. രാവിലെ എഴുന്നേറ്റു, ഇന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെ പോയി, രാത്രിയായി, ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ദിവസം കഴിഞ്ഞു, ഇനി നാളെ നമുക്ക് എത്തുമ്പോൾ നാളെ കാണാം. ഈ രീതിയിൽ സ്വന്തം മനസ്സിനും കർമ്മത്തിനും ഒരു ഉഴപ്പൻ രീതിയിൽ യാതൊരു നിയന്ത്രണമില്ലാതെ ഒഴുകുന്ന രീതിയിൽ വിടുകയാണെങ്കിൽ ജീവിതത്തിൽ ഒന്നും നേടാൻ സാധ്യമല്ല. അതേസമയം നമ്മൾ ടൈറ്റാക്കി പെർഫെക്റ്റ് ഡിസിപ്ലിൻ ഉള്ളതായിരിക്കുന്ന ഒരു റൂട്ടീൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും. നിങ്ങൾക്കറിയാലോ, ഈ കലിയുഗത്തിൽ മനുഷ്യന്മാരുടെ ഒരു വിചാരം എന്താണെന്ന് വെച്ചാൽ പെർഫെക്റ്റ് ആയിരിക്കുന്ന ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരിക എന്നുള്ളത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. പലരും അത് മോശമായി കണക്കാക്കുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, നമ്മുടെ കർമ്മങ്ങളുമായിട്ടൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, ബന്ധിപ്പിച്ചുകൊണ്ട്, വേറെ ആരെങ്കിലും കാണുന്നുണ്ടോ ഇല്ലേ, നോ പ്രോബ്ലം, ഞാൻ ഇത്ര മണിക്ക് എഴുന്നേൽക്കുന്നു, ആരും നോക്കിയാലും നോക്കിയില്ലെങ്കിലും, ഞാൻ എൻ്റെ ബുക്ക് റീഡിങ് ഞാൻ ചെയ്യുന്നു, ആരും അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും, ഞാൻ പഠിക്കുന്നു, ഞാനിത് ചെയ്യും, എൻ്റെ ജീവിതം ഇങ്ങനെ ഞാൻ കൃത്യമായി കൊണ്ടുപോകുമെന്ന് നിങ്ങളെ സ്ട്രിക്റ്റ് ആയിരിക്കുന്ന റെഗുലർ റൂട്ടീനിലൂടെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിലും റൂട്ടീൻ ഒരു പവർഫുൾ വെപ്പനാണ്. അതിലൂടെ നിങ്ങൾക്ക് സ്വഭാവ സംസ്കാരങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നത്തിലേക്ക് കൊണ്ടുപോകാനും പറ്റും. 4 ദിവസമല്ല, റെഗുലർ പതിവായിക്കൊണ്ട്. ഒരാഴ്ച പെർഫെക്റ്റ് ആയിട്ട് പോയി, അത് കഴിഞ്ഞ് ലൂസായിപ്പോയി, പിന്നെ ഒരാഴ്ച പെർഫെക്റ്റ് ആയിപ്പോയി, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇത് അനാവശ്യമായ കാര്യം ചെയ്യുകയാണ് എന്നൊരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് ഡിസിപ്ലിനിൽ നമ്മളെ തീർച്ചയായിട്ടും ബന്ധിപ്പിച്ചേ പറ്റൂ. ഞാൻ എപ്പോഴും ഓർക്കാനുള്ളൊരു കാര്യമുണ്ട്, കാർബണും കരിയും ഡയമണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടും കാർബണാണ്. അതിൻ്റെ ബോണ്ട് ഒന്ന് സ്ട്രോങ് ആയതുകൊണ്ട് അത് ഡയമണ്ടായി, അമൂല്യമായിരിക്കുന്ന ഒരു നിധിയാണെന്ന് പറയും. ഒരു ഡയമണ്ട് കിട്ടിയാൽ അടുപ്പിൽ വീഴുന്ന ഒരു കരിനെ, ഒരു കാർബൺ നമ്മൾ എടുത്തങ്ങ് പുറത്തേക്ക് കളയും, ഇത് വേസ്റ്റാണെന്ന് പറയും. ലൂസാണോ നിങ്ങൾ വേസ്റ്റാണ്, ടൈറ്റാണോ നിങ്ങൾ അമൂല്യമായി മാറും. സ്വന്തം ജീവിതത്തിൽ വാക്കും കർമ്മവും ചിന്തയും ടൈറ്റായി ഡിസിപ്ലിനായി കൊണ്ടുപോകാമെങ്കിൽ നിങ്ങൾക്ക് നേടാൻ പറ്റാത്തൊന്നുമില്ല. അതിനുവേണ്ടി ഓട്ടോ സജഷൻ ഒരുപാട് നിങ്ങളെ പെർഫോമൻസ് ബൂസ്റ്ററാണെന്ന് പറയാം. ഞാൻ ഇത് ചെയ്യും, ഞാൻ ഇതെല്ലാക്കും, വേറെ ആരും കേൾക്കേണ്ട, ആരോടും പറയേണ്ട, സ്വയം അവനവനോട് റെഗുലർ ആയിക്കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെ പ്ലാൻ ചെയ്യും. അതനുസരിച്ച് നമ്മുടെ കർമ്മങ്ങളെ കൊണ്ടുവരാൻ പറ്റുകയും ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യങ്ങളുമില്ല. അതിന് പെർഫെക്റ്റ് വിഷ്വലൈസേഷൻ വരും. ഒരു കാര്യം പലതവണ ഞാനിതാണ് ആണെന്ന് പറയുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്ക് അതിൻ്റെ റിയൽ എക്സ്പീരിയൻസ് തരാൻ തുടങ്ങും ജീവിതത്തിൻ്റെ ഉള്ളിൽ.
നിങ്ങൾക്കതിന് വേണ്ടതായിട്ടുള്ള ഊർജ്ജം തരാൻ തുടങ്ങും. അത് പതുക്കെ നമ്മുടെ വൈബ്രേഷൻ സ്പ്രെഡ് ചെയ്യുകയും ഈ പ്രപഞ്ചം നമുക്കതിന് വേണ്ട സാഹചര്യം തരാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതം ആ രീതിയിലേക്ക് മാറുകയും ചെയ്യും. അതുകൊണ്ട് എനിക്കാവുന്നില്ലല്ലോ എന്ന് ചിന്തിക്കാതെ എനിക്ക് പറ്റും എന്ന ദൃഢനിശ്ചയത്തോടു കൂടി റെഗുലറായി ചിന്തിച്ചുകൊണ്ട്, സബ് കോൺഷ്യസ് മൈൻഡിന് പ്ലാനിങ് കൊടുത്തുകൊണ്ട്, ഗൈഡൻസ് കൊടുത്തുകൊണ്ട് വിഷ്വലൈസേഷൻ പവറാക്കൂ. നമ്മുടെ അസംഷൻ അഥവാ ആ മൊമെൻറ്റ്സിൽ ജീവിക്കാൻ തുടങ്ങൂ. നിങ്ങളുടെ സ്വപ്നങ്ങൾ വളരെ വേഗത്തിൽ സത്യമാവും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.